സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഗിരി വരുന്നടാ. ഗിരി, ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ കേൾക്കാം. എന്റെ അനിയത്തിയുടെ കുഞ്ഞിനെയാ നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ടതല്ല, കൊന്നതാ. ദാ ഇവള് കൊന്നതാ. അയ്യോ മോനെ, ഇതിന് എന്ത് ന്യായീകരണമാണ് നിനക്ക് തരാനുള്ളത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഡോക്ടർ നല്ല വ്യക്തമായി പറഞ്ഞു സ്വപ്നയുടെ കുഞ്ഞ് മരിച്ചെന്ന്. പിന്നെ ഇവളെന്താ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? അവള് പടിയുന്ന സ്വയം വീണെന്നാണ്. അതെ, സ്വപ്ന സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി സ്റ്റെപ്പിൽ നിന്ന് വീണതുപോലെ അഭിനയിക്കുമെന്ന് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ? അല്ലേ? അവൾ ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ആരും മരിച്ചിട്ടുമില്ല. കാരണം സ്വപ്ന പ്രഗ്നന്റ് ആയിരുന്നില്ല. എടാ, മഹിമ പറയുന്നത് ശരിയാ. സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടേ അവളുണ്ടാക്കിയ ഒരു കള്ളക്കഥയ പ്രഗ്നൻസി. അവൾക്ക് ഈ നാടകം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അവൾ ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന് പറ്റിയൊരു ബലിയാടായിരുന്നു ഞാൻ. അപ്പൊ ആശുപത്രിയിലെ സ്വപ്ന പൊട്ടിക്കറിയുന്നത് നാടകമാണെന്നാണ് നീ പറയുന്നത്? അതെ. അപ്പൊ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞതോ? ഡെയ്സി ഡോക്ടറല്ലേ അങ്ങനെ പറഞ്ഞത്? അതെ. അവരാ സ്വപ്ന പ്രഗ്നന്റ് ആണെന്ന തരത്തിൽ കള്ള മെഡിക്കൽ റിപ്പോർട്ട് എഴുതി കൊടുത്തത്. ഇപ്പൊ ഈ വീഴ്ചയിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് വരുത്തി തീർത്ത ഡെയ്സി ഡോക്ടർ രക്ഷപ്പെട്ടതുപോലെയായി. എന്റെ തെറ്റുകൊണ്ട് കുഞ്ഞു മരിച്ചെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചതുകൊണ്ട് ആരും അവളെ കുറ്റം പറയില്ല. എന്നെ മാത്രമേ ലക്ഷ്യം വെക്കൂ. അപ്പൊ അവള് രക്ഷപ്പെട്ടു. നീ ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ എന്തൊക്കെ നുണകളാണ് മഹിമ നീ പറഞ്ഞു പരത്തുന്നത്? മോനെ, ഇവള് പറയുന്നത് ശരിയാ. സ്വപ്ന പ്രഗ്നന്റ് ആയിരുന്നില്ല. അത് ഇവള് പറഞ്ഞ അറിവല്ലേ അമ്മയ്ക്കുള്ളൂ. നിങ്ങളെ എല്ലാവരെയും ഇവള് പറ്റിക്കുകയാണ്. എടാ, മഹിമയല്ല സ്വപ്ന എല്ലാരും പറ്റിക്കുന്നേ. ഇത്രയും കാലമായിട്ടും അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? മുകുന്ദ, സ്വപ്നയ്ക്ക് പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നിന്നെ അവൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ അവള് കടന്നു പോകുന്ന അവസ്ഥയെ കണ്ടില്ല എന്ന് നടിക്കരുത്. അവള് ചെയ്തെല്ലാം മനസ്സിൽ വെച്ചിട്ട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നതിനായിട്ടാണോ നീ എന്നെ കണ്ടത്? എടാ, അതൊക്കെ ഞാൻ എപ്പോഴും മറന്നതാ. പിന്നെന്താ നിനക്ക് സ്വപ്നയെ വിശ്വസിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ട്? ഇവൾക്ക് എന്നോടും എന്റെ കുടുംബത്തോടുള്ള പക നിനക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ അങ്ങനെ ഒരാൾ സ്വപ്നയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നുണയാവാൻ സാധ്യതയുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കിക്കൂടെ? മാധവൻ സാറിന്റെ മരണത്തിൽ എനിക്കുള്ള പങ്കിനെ കുറിച്ച് അറിഞ്ഞ ശേഷം നിനക്ക് എന്നോട് എന്തുമാത്രം പകയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരിക്കലും നീ അതെന്റെ അനിയത്തിയോട് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഡോക്ടർ ആവാൻ പോകുന്നവളല്ലേ? ഒരു ജീവന്റെ വില നിനക്ക് അറിയില്ലേ? ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അത് വെറും ന്യായീകരണമായിട്ട് മാത്രം ഗിരിയേട്ടൻ കാണാൻ പോകുന്നേ. അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. എന്നെങ്കിലും സത്യമെല്ലാം ഗിരിയേട്ടൻ മനസ്സിലാക്കും. അന്ന് നമുക്ക് സംസാരിക്കാം. ഈ വിഷയത്തിലെങ്കിലും നീ എന്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ അവള് പറയുന്ന നുണകളെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് അവളുടെ ഭാഗം നിൽക്കാൻ തീരുമാനിച്ചല്ലേ? ശരി. ആ സ്വപ്ന കാരണം നീയും ഗിരിയും മഹിമയും മഞ്ജും എല്ലാം അകലെയാണല്ലോടാ. ആ കുരുത്തക്കെട്ടുള്ള നശിച്ചു പോയാൽ മതിയായിരുന്നു. അമ്മേ, പിന്നെ എങ്ങനെയാടാ പറയണ്ടേ?